ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 54. ഇതുങ്ങളല്ല കീരിയും പാമ്പിനെ പോലെ രാവിലെ ഇവിടെ കിടന്ന് അടുകൂടിയത്. എന്നിട്ട് ഇത്ര പെട്ടെന്ന് സെറ്റായോ? പ്രാതലിന് ശേഷം എന്തൊക്കെയാ സാധനങ്ങൾ വാങ്ങുവാൻ വേണ്ടി ടൗണിൽ പോയി തിരിച്ചു വന്ന മഹാദേവൻ കാണുന്നത് ഹാളിലെ തറയിലിരുന്ന് യൂനോ കാർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുന്ന ബാലുവിനെയും വൈശാഖിയായിരുന്നു. പുട്ടിന് പീര പോലെ അവരുടെ കൂട്ടത്തിൽ പത്മാവതിയും വിഷ്ണു ഇരിപ്പുണ്ടായിരുന്നു. നല്ല ബെസ്റ്റ് കളി. ഇൻ്റർനാഷണൽ കളിക്കാരെ പോലെ ഒന്ന് രണ്ട് ചീട്ടെടുത്ത് ചെവിയിൽ തിരികെ വെച്ചുകൊണ്ടിരിക്കുന്ന അവരെ ഒന്ന് മൊത്തത്തിലൊന്ന് ഒഴിഞ്ഞു നോക്കിയിട്ട് ചെക്കൻ സഞ്ജിയുമായി നേരെ അടുക്കളയിലേക്ക് നടന്നു. ആ, നീ വന്നോ? ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. മഹാദേവനെ കണ്ടതും ചെയ്തുകൊണ്ടിരുന്ന പണി പകുതിക്ക് നിർത്തിയിട്ട് ലക്ഷ്മി അവൻ്റെ അരികിലേക്ക് നടന്നു ചെന്നു. എന്നിട്ട് അവൻ്റെ കയ്യിലിരിക്കുന്ന സഞ്ചി വാങ്ങി പിടിച്ചു. എന്താ അമ്മേ? ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ജഗ്ഗിലെ വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കുടിച്ചിട്ട് അവൻ തിരക്കി. വൈശുവിന് കുമ്പിളപ്പം തിന്നാൻ തോന്നൂന്ന്. നീ ആ കൂഴപ്ലാവിൻ്റെ താഴെ നിൽക്കുന്ന പഴുത്ത ചക്ക ഇങ്ങോട്ട് കുത്തിയിട്. എഴുതി കൊടുത്തുവിട്ട സാധനങ്ങളെല്ലാം സഞ്ചിയിലുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനിടയിൽ ലക്ഷ്മി ആവശ്യപ്പെട്ടു. 2 ദിവസം മുന്നല്ലേ ഇവിടെ കുമ്പിളപ്പം ഉണ്ടാക്കിയേ? അവൻ നെറ്റി ചൊളിച്ചു. അതിനിപ്പോൾ എന്താ ദേവാ, ഇന്നിവിടെ എല്ലാവരും ഉണ്ട്. ഉണ്ടാക്കി വെച്ചാൽ വൈകിട്ടത്തെ കാപ്പിക്കെടുക്കാം. അവർ തിരിഞ്ഞു നിന്ന് കഞ്ഞിയുടെ അടിയിലെ തീ ഇത്തിരി അകത്തേക്ക് തള്ളി വെച്ചു കൊടുത്തു. ഉവ്വ് ഇങ്ങനെ പോയാൽ കിട്ടുന്നത് മുഴുവനും തിന്നു തീർക്കാനേ കാണൂ. ശർക്കരക്കൊക്കെ എന്നാ വിലയായിപ്പോൾ? അനിഷ്ടത്തോടെ മുഖം കയറ്റി വെച്ചുകൊണ്ട് ചെക്കൻ കാവിമുണ്ടും മടക്കി കുത്തി അടുക്കള വാതിലിൽ കൂടി മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി. ഇറയത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി കുമ്പിളപ്പം തിന്നാത്തതിൻ്റെ പേരിൽ ലക്ഷ്മിയമ്മയുടെ വൈശുക്കൊച്ചിന് മോന്ത മങ്ങണ്ട. 10 മിനിറ്റിനുള്ളിൽ വീണ്ടും അടുക്കളയിൽ കയറി വന്നവൻ്റെ മുഖം വീർത്ത് കെട്ടിയായിരുന്നിരുന്നത്. പോടാ ഒന്ന്, അതൊരു പാവം കൊച്ച. അതിൻ്റെ ഇഷ്ടത്തിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ ആരുമില്ലഞ്ഞിട്ടല്ലേ? ചെക്കൻ്റെ കുശുമ്പ് കണ്ട് ലക്ഷ്മിക്ക് ചിരി പൊട്ടി. ഞാനൊന്നും പറയുന്നില്ല. മുടിയൊന്ന് കോതിക്കൊണ്ട് മഹാദേവൻ നേരെ ഹാളിലേക്ക് ഇറങ്ങി. അപ്പോഴും അവിടെ കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉച്ചത്തിലുള്ള ബഹളങ്ങളും പൊട്ടിച്ചിരികളും കേൾക്കുന്നുണ്ട്. എപ്പോഴും മിണ്ടാപ്പൂച്ച പോലെ ഇരിക്കുന്ന വൈശുവിൻ്റെയും ബോണ്ടായുടെയും സ്പീക്കറിൻ്റെ ഒച്ചയാണ് അതിൽ സഹിക്കാൻ പറ്റാത്തത്. കളിക്ക് വേണം മര്യാദയ്ക്കിരുന്ന് കാണിക്കണം, അല്ലാതെ ഇങ്ങനെ കടന്ന് കാറുന്നത് എന്തിനാ? സഹി കേട്ടപ്പോൾ മഹാദേവൻ ചോദിച്ചു പോയി. കളിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കാർച്ചയും കൂച്ചും ഒക്കെ ഉണ്ടാവും. അത്രയ്ക്കങ്ങ് സഹിക്കാൻ പറ്റാത്തവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കണം. ഡബിൾസ് അടിച്ച് കാട് കൂടുതൽ കയ്യിൽ വന്നതിൻ്റെ കലിപ്പിലിരുന്ന പത്മാവതി ദേവനെ തിരിഞ്ഞു നോക്കി പല്ല് ഞെരിച്ചു. വയസ്സാം കാലത്ത് ഓരോരോ തോന്നലുകൾ. ചീട്ട് കളിക്കാൻ കണ്ട പ്രായം. അവരുടെ അരികിൽ പോയി നിന്നുകൊണ്ടവൻ ബോണ്ടായ പരമാവധി പുച്ഛിച്ചു. പ്രായമായാലേ ചീട്ട് കളിക്കാൻ പറ്റത്തില്ലെന്ന് കേന്ദ്രം വല്ല പുതിയ നിയമം ഇറക്കിയിട്ടുണ്ടോടാ കൊച്ചനെ? അല്ലെ തന്നെ ജനിച്ചപ്പോഴേ മുതുക്കൻ്റെ മനസ്സുമായിട്ട് ജനിച്ച നിനക്കൊന്നും പറ്റിയ കളിയില്ലത്. പത്മാവതി അവനെ അങ്ങ് അടച്ചാക്ഷേപിച്ചു. മഹാദേവൻ അത് കേട്ടിട്ട് പല്ല് ഞെരിച്ചതല്ലാതെ വായ തുറന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. പക്ഷേ അതിനിടയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. ബോണ്ടയുടെ കൗണ്ടറടിയിൽ വൈശാഖി ഒഴിച്ച് അവിടെ വട്ടം കൂടിയിരുന്ന എല്ലാവരും ചിരി വന്നുവെങ്കിലും സീൻ വഷളാക്കണ്ടേ എന്ന ഉദ്ദേശത്തോടെ അവരത് സ്വയം ഉള്ളിലടക്കി പിടിച്ചു. പക്ഷേ വൈശുവിൻ്റേത് മാത്രം പൊട്ടിപ്പോയി. വാ പൊത്തി പിടിച്ചുകൊണ്ട് ചിരിയെ ഉള്ളിലടക്കിയവൾക്ക് കുറച്ച് നിമിഷം കൂടി കഴിഞ്ഞപ്പോഴേക്കും അതിനും പറ്റാതെയായി. അവൾ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു. അതും വയറിന് മുകളിലായി ഇരു കൈപ്പത്തികളും അമർത്തി പിടിച്ചു വെച്ചുകൊണ്ട്. പെണ്ണിൻ്റെ പൊട്ടിച്ചിരി കണ്ടതും തൽക്കാലത്തേക്കെങ്കിലും മഹാദേവൻ ബോണ്ടായെ മറന്നു. ശ്രദ്ധ മുഴുവനും വൈശാഖിയിലേക്കാക്കി. അവൻ്റെ മുഖത്ത് ദേഷ്യം പടർന്നത് ഭാസ്കരൻ ശ്രദ്ധിച്ചിരുന്നു. എടി മതിയാക്ക്. മകൻ്റെ ചുവന്ന് കയറിയ മുഖം കണ്ടതും ബാലു അടുത്തിരുന്നവളെ തോണ്ടി വിളിച്ചു. പക്ഷെ വൈശു ഉണ്ടോ അതറിയുന്നു. അവൾ അപ്പോഴും സ്വയം മറന്നുള്ള ചിരിയിലായിരുന്നു. വൈശാഖി! ചെക്കൻ പൊടുന്നനെ അലറി വിളിച്ചതും സ്വിച്ച് ഇട്ടതുപോലെ പെണ്ണിൻ്റെ ചിരി നിന്നു. എന്നിട്ട് അവൾ അവൻ്റെ മുഖത്തേക്ക് പേടിയോടെ കണ്ണുകൾ ഉയർത്തി നോക്കി. കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലെ നിൽക്കുന്ന മഹാദേവൻ ഉയർത്തിയ മുഖം പെട്ടെന്ന് തന്നെ കുനിച്ചു പിടിച്ചു കണ്ട്. എന്തേ, നിനക്കിപ്പോൾ ചിരിക്കണ്ടേ? ദേവന്റെ മുരളിച്ച അവളിൽ ഞെട്ടലുണ്ടാക്കി. ആഹാ, മുത്തശ്ശിയും ബാലുവും തൊട്ടടുത്തുണ്ടല്ലോ എന്ന ധൈര്യത്തിൽ പെണ്ണ് വേണ്ട എന്ന രീതിയിൽ തലയാട്ടി. തമ്പുരാട്ടി അങ്ങനെ പറയല്ല, മാഡം ചിരിക്കണം. അവൻ വീണ്ടും മുരണ്ടു. ഇത്തവണ വൈശാഖിയിൽ നിന്നും മറുപടിയൊന്നും പുറത്തേക്ക് വന്നില്ല.
തലകുനിച്ചു പിടിച്ചുള്ള ഇരിപ്പ് അവൾ അതേപടി തുടർന്നു. എടാ ചെക്ക, കൂടുതൽ വിളവെടുക്കല്ലേ. അവൾ ചിരിക്കും. തോന്നിയ തലയും കുത്തി നിൽക്കുകയും ചെയ്യും. നീ ആരാടാ അത് ചോദിക്കാൻ? അവനൊരു ഹിറ്റ്ലർ വന്നേക്കുന്നു. വൈശുവിൻ്റെ പേടിച്ചരണ്ട ഇരിപ്പ് കണ്ടതും സങ്കടം വന്നിട്ടാവാം പത്മാവതി ദേവനോട് ഉച്ചത്തിൽ കയർത്തത്. പക്ഷെ അവരുടെ സംസാരം മഹാദേവൻ തെല്ലും ഗൗനിക്കാൻ പോയതേയില്ല. അവൻ്റെ ശ്രദ്ധ മുഴുവനും എന്തുകൊണ്ടോ വൈശാലിയിലേക്ക് മാത്രമായിരുന്നു. അവൾ കളിയാക്കിയപ്പോൾ മാത്രം ഉണ്ടായ നോവ് അവനിൽ ദേഷ്യം നിറച്ചു. ഇന്ന് രാവിലെ പാമ്പിനെ കണ്ടപ്പോൾ ഈ ഇളി ഞാൻ കണ്ടില്ലായിരുന്നല്ലോ. കിട്ടിയ അവസരം ഒട്ടും പാഴാക്കാതെ ചെക്കൻ അവളെ പുച്ഛിക്കാൻ തുടങ്ങി. പാമ്പിൻ്റെ കാര്യം കേട്ടതും പെണ്ണ് വീണ്ടും ഞെട്ടി. അതേ ഇരിപ്പിൽ തന്നെ നിരങ്ങി നീങ്ങി ബാലുവിൻ്റെ അരികിലേക്ക് ചേർന്നിരുന്നവൾ മനുഷ്യനെ ചെളിക്കുണ്ടിലും കൊണ്ടുപോയി ചാടിച്ച് എൻ്റെ നെഞ്ചത്ത് പന്നിക്കുട്ടിയെ പോലെ ചാടിയും വീണ്. എന്നിട്ട് അവളം കൊണ്ട് നീ നിർത്തിയാ? എൻ്റെ ദേഹം മൊത്തം നിന്റെ യക്ഷിനകം കൊണ്ട് കുത്തിക്കീറി പൊളിച്ചു വെച്ചേക്കുന്നു. എന്നിട്ടാ അവളിപ്പോൾ ഒലക്കമ്മേലെ ചിരിച്ചിരിക്കുന്നേ. താനൊരു അധ്യാപകനാണെന്ന തോന്നൽ പോലും ഇല്ലാതെയാണ് മഹാദേവൻ അവളെ നോക്കി ആക്രോശിച്ചത്. അവനിലെ പുതിയ ഭാവങ്ങളും സംസാര രീതിയൊക്കെ അവിടെ ഇരുന്നവരെ വല്ലാത്ത ആശ്ചര്യപ്പെടുത്തി. വൈശാഖി അപ്പോഴും മൗനമായിരുന്നു. കീറിപ്പറിച്ചെന്നോ പാമ്പിനെ കണ്ടെന്നോ എന്തൊക്കെയാ ഇവിടെ നടക്കണേ? പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ കൊച്ചുമകൻ്റെ വായിൽ നിന്ന് കേട്ട പത്മാവതി പൊടുന്നനെ ആശങ്കയോടെ ചോദിച്ചു. അവരുടെ അവസ്ഥ അതേ അവസ്ഥ തന്നെയായിരുന്നു കേട്ടിരുന്ന വിഷ്ണുവിനും. പക്ഷേ കൂടി മിണ്ടാതിരുന്ന വൈശുവിനെ കണ്ടപ്പോൾ ബാലുവിന് മാത്രം എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി തുടങ്ങിയിരുന്നു. നിനക്ക് എന്തിനാടി ഈ യക്ഷിയുടെ നഖം? അവളെ വഴക്ക് പറയുന്നതിനിടയിലാണ് മഹാദേവന്റെ നോട്ടം പെണ്ണിൻ്റെ ഇടത്തെ കയ്യിൽ നീട്ടി വളർത്തിയിരിക്കുന്ന നഖങ്ങളിലേക്ക് പോയത്. അതിൻ്റെ കൂർത്തിരിക്കുന്ന അറ്റം കണ്ടപ്പോൾ തന്നെ ചെക്കൻ്റെ ദേഹം നീറാൻ തുടങ്ങി. വയലറ്റ് നിറത്തിലുള്ള ഒരു നെയിൽ പെയിൻറ് പുരട്ടി ഭംഗിയിലാക്കി വെച്ചിരിക്കുകയാണ് ആശാട്ടി. അവൻ്റെ നോട്ടത്തിൽ വെപ്രാളപ്പെട്ടു പോയവൾ നെയിൽസ് പുറത്തേക്ക് കാട്ടാതെ വിരലുകൾ പൊടുന്നതിനെ കൈവെള്ളക്കുള്ളിലേക്ക് ചുരുട്ടി കയറ്റി പിടിച്ചു. വെറുതെ ആണോ എൻ്റെ നെഞ്ചും വയറും കീറിപ്പൊളിഞ്ഞത്? ചെക്കൻ അവളുടെ അടുത്തേക്ക് ചെന്ന് ഇടത്തെ കയ്യിൽ കടന്നു പിടിച്ചു. എന്താ എന്താ ഇവിടെ? ഹാളിൽ നിന്ന് ഉച്ചത്തിലുള്ള ശബ്ദകോലാഹങ്ങൾ കേട്ടിട്ടാവാം ലക്ഷ്മി പരിഭ്രാന്തിയോടെ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നത്. എനിക്കറിയില്ല കൊച്ചേ, ഇവളിവനെ മാന്തിയെന്നോ പിച്ചിയെന്നോ എന്നൊക്കെ ദേവൻ പറയുന്നേ. പത്മാവതി ഇരുവരെയും ചൂണ്ടിക്കാട്ടി കൈമലർത്തി. എന്തുകൊണ്ടോ കൊച്ചുമോനും വൈശാഖിയും തമ്മിലുള്ള ടോമാഞ്ചെറി വഴക്ക് ബോണ്ടയെ ഒട്ടൊന്ന് സന്തോഷിപ്പിച്ചു. അവർ ഒന്നിക്കണേ എന്നുള്ള മനസ്സിലെ ആഗ്രഹത്തിലേക്ക് എത്താൻ ഇനി അധിക ദൂരം ഇല്ല എന്നൊരു തോന്നൽ പൊടുന്നനെ അവരിലുണ്ടായി എന്ന് വേണം പറയുവാൻ. എടാ അവളെ വിട്. അത്രയും നേരം മിണ്ടാതിരുന്ന ബാലു അപ്പോഴേക്കും ഒച്ചയെടുത്തിരുന്നു. വിടണോ? എന്തിന്? അച്ഛൻ കണ്ടോ ഇവൾ എൻ്റെ ദേഹം മാന്തി പറിച്ചു വച്ചിരിക്കുന്നേ? മഹാദേവൻ അവളെ വിട്ടിട്ട് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ഇട്ടിരിക്കുന്ന ടീഷർട്ട് ഊരി അവർക്ക് മുൻപിലായി നിന്നു കൊടുത്തു. അവൻ്റെ വെളുത്ത ശരീരത്തിൽ അവിടെ ഇടയായി ചുവന്നു തിണർത്ത പാടുകൾ കണ്ടതും ബോണ്ട അടക്കം എല്ലാവരും വാവൊളിച്ചിരുന്നു പോയി എന്നതാണ് സത്യം. അവരെല്ലാം പരസ്പരം അമ്പരപ്പോടെ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി. പിന്നീട് എല്ലാവരുടെയും കണ്ണുകൾ ഒരേപോലെ മഹാദേവന്റെ ശരീരത്തിലേക്ക് ഉറ്റുനോക്കിയിരിക്കുന്ന വൈശുവിൻ്റെ മുഖത്തേക്ക് നീണ്ടു ചെന്നു. അവളുടെ ഹൃദയമിടിപ്പ് ഉച്ചത്തിലായി. വൈശാഖിക്ക് ആകെപ്പാടെ നാണക്കേടും ചമ്മലുമായി. അതോടൊപ്പം തന്നെ അറിയാതെയാണെങ്കിൽ പോലും ദേവനെ ഉപദ്രവിച്ചതിൻ്റെ പേരിൽ സങ്കടവും. ആ ഉറച്ച ശരീരത്തിൽ ചോര മനച്ചു നിൽക്കുന്ന പാടുകൾ അവളിൽ കുറ്റബോധം ഉണ്ടാക്കി. അത് ഒരിടത്തല്ല, പലയിടത്തായി കിടക്കുന്നു. വേദനിച്ചിട്ടുണ്ടാവില്ലേ സാറിന്? അവൾക്ക് വല്ലാതെ നൊന്തു. തനിക്ക് ചുറ്റും കൂടിയിരിക്കുന്നവരെ ആരെയും മുഖമുയർത്തി നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പെണ്ണിനപ്പോൾ. കാരണം എല്ലാവരുടെയും കണ്ണുകളിൽ സാറിനെക്കുറിച്ചുള്ള ആദ്യം തെളിഞ്ഞു നിൽക്കുന്നത് വൈശാഖി ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞിരുന്നു. എടാ സാരയില്ല, പോട്ടെ. അവൾ അറിഞ്ഞുകൊണ്ടല്ലോ. പാമ്പിനെ കണ്ട് പേടിച്ചു വന്ന് തട്ടി വീണതാ പാവം. പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടതും ലക്ഷ്മി അവളുടെ അരികിലേക്ക് ഓടിച്ചെന്നു. ഉവ്വേ, ഇതിപ്പോൾ വാദിപ്രതിയായെന്ന് പറഞ്ഞാൽ മതി. എന്താണേലും ഒരു ടീറ്റി അടുപ്പിച്ചിട്ടുണ്ട് ഞാൻ. എനിക്ക് പേ പിടിക്കാതിരുന്ന ഭാഗ്യം. ടീഷർട്ട് തലവഴ ഇട്ടുകൊണ്ട് അവളെ ഒരു രൂക്ഷമായ നോട്ടം നോക്കി മഹാദേവൻ. തറയിലേക്ക് ഉറ്റുനോക്കിയിരുന്ന വൈശുവിൻ്റെ കണ്ണുകളിൽ നിന്നും അവൾ അറിയാതെ തന്നെ ഒരിറ്റ് കണ്ണുനീർ അവളുടെ കവളിനെ തഴുകി താഴേക്ക് വീണുപോയി. ദേവാ മതി, അവൾ അറിഞ്ഞുകൊണ്ടല്ലോ.
വൈശാഖി കരയുന്നതെന്ന് കണ്ടതും ബാലു ഇടപെട്ടു. അതേടാ ദേവ, ആ നേരത്തെ പേടിക്ക് നിന്നെ കയറി പിടിച്ചതാ കൊച്ച്. അല്ലാതെ നിന്റെ ദേഹം മാന്തി പൊളിക്കേണ്ട കാര്യം അവക്ക് എന്താ? ഉള്ളിൽ അവൻ്റെ കാര്യത്തിൽ ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും കൊച്ചുമോനെ താക്കീത് ചെയ്തുകൊണ്ട് വൈശുവിൻ്റെ കൈ കവർന്നു പത്മം. ആരേലും എന്തേലും കണ്ട് പേടിച്ച അടുത്ത് നിൽക്കുന്ന ആളെ കയറി പിടിക്കുന്നെന്ന് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. ഇതങ്ങനാണോ? പൂച്ച മാന്തി കീറി വെച്ചിരിക്കുന്നത് പോലല്ലേ എൻ്റെ മേലിവള് പൊളിച്ചു വെച്ചിരിക്കുന്നത്. നോക്കിക്കോ, ഇതിനെല്ലാം കൂടി അടുത്ത മാസത്തെ വാടകയും ഞാൻ പിടിക്കും. അവൻ പല്ല് ഞെരിച്ചു. വൈശു നിറഞ്ഞ കണ്ണുകളോടെ അവനെ മുഖമുയർത്തി നോക്കി. ആ മുഖം മുഴുവനും തന്നോടുള്ള ദേഷ്യം കൊണ്ട് ചുവന്നു കയറിയിരിക്കുകയാണ്. അവൾക്ക് പേടി തോന്നി, കൂടെ നൊമ്പരവും. സോറി, ഞാനറിയാതെ പേടിച്ചു പോയിട്ടാ. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ വിറയലോടെ കരച്ചിലോടെ പെണ്ണ് പറഞ്ഞൊപ്പിച്ചു. പകുതി ഏങ്ങലടി സ്പഷ്ടമില്ലാതെയാണ് പുറത്തേക്ക് വന്നത്. എന്തുകൊണ്ടോ ഒന്നോ മഹാദേവൻ പിന്നീടൊന്നും മിണ്ടിയില്ല. വെട്ടിത്തിരിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് ഒറ്റ പോക്കങ്ങ് പോയി. പോട്ടെ മോളെ, അവൻ പണ്ട് തൊട്ടേ ഇങ്ങനെയാ. ദേഹം നൊന്ത ചെക്കന് പ്രാന്ത് പിടിക്കും. ദേവൻ പോയ വഴിയിലേക്ക് നോക്കി കണ്ണു നിറച്ചിരിക്കുന്നവളെ ആശ്വസിപ്പിക്കാൻ നോക്കി അവിടെ ഇരിക്കുന്ന ഓരോരുത്തരും. നഖം മൊത്തം പറ്റെ വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിലും വൈശാഖിയുടെ ഏങ്ങലടി നിന്നിരുന്നില്ല. താൻ കാരണം ആ ഒരുവനും വേദനിക്കേണ്ടി വന്നില്ലേ? ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നില്ലേ? ഇഞ്ചക്ഷൻ എടുപ്പിക്കേണ്ടി വന്നില്ലേ? ഓരോന്നും എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടാണ് പെണ്ണ് തൻ്റെ നഖം മുറിച്ചു കളഞ്ഞുകൊണ്ടിരുന്നത്. നെയിലാർട്ട് ചെയ്ത് ഭംഗിയാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന നീളമുള്ള നഖങ്ങൾ മേശയുടെ മുകളിൽ നിരത്തി വച്ചിരിക്കുന്ന ഒരു പേപ്പറിന് മുകളിലായി വീണുകൊണ്ടിരുന്നു. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടുള്ള വൈശാഖിയുടെ ആകെപ്പാടെയുള്ള ക്രേസ് അതായിരുന്നു. നെയിൽ വളർത്തി അതിൽ ആർട്ട് ചെയ്യുന്നത് അവൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അതാണിപ്പോൾ ആ ഒരുവന് വേണ്ടി അവൾ മുറിച്ചു കളയുന്നത്. അവനെ വേദനിപ്പിക്കുന്ന ഒന്നും തനിക്കിനി സ്വന്തമായിട്ട് വേണ്ട എന്ന് ഉറപ്പിച്ചിരുന്നു ആ പെണ്ണ്. ആ ഒരുവനെക്കാട്ടിലും വലുതല്ലല്ലോ തനിക്ക് തൻ്റെ ജീവിതം പോലും എന്നതായിരുന്നു അവളുടെ മനസ്സിൻ്റെ വാദം. വൈശു, പുറത്തുനിന്നും പത്മാവതിയുടെ ഉച്ചത്തിലുള്ള വിളി കേട്ടപ്പോഴാണ് വൈശാഖി ചിന്തകളിൽ നിന്നും പുറത്തേക്ക് വന്നത്. മുത്തശ്ശി. പറ്റെ വെട്ടിമാറ്റിയ നഖത്തിനെ നെയിൽ കട്ടറിൻ്റെ പരുവരുത്ത വശം കൊണ്ട് രാഗി മിനുക്കുകയായിരുന്നു വൈശാഖി. ഒരു നിമിഷത്തേക്ക് അത് നിർത്തിവെച്ചിട്ട് വാതിൽക്കലേക്ക് കണ്ണുകൾ നീക്കിയവൾ. ഊണ് കഴിക്കാൻ വാ മോളെ. മുറിയുടെ വാതിലിന് മുൻപിൽ നിന്നുകൊണ്ട് പത്മാവതി വിളിച്ചതും വൈശു ചെയ്തുകൊണ്ടിരുന്ന പണി നിർത്തിയിട്ട് പെട്ടെന്ന് തന്നെ നടന്നു. തിരിഞ്ഞിരിക്കുന്നതിനാൽ അവൾ എന്തു ചെയ്യുന്നു എന്നുള്ള കാര്യം പത്മം കണ്ടിരുന്നില്ല. വരുന്നു മുത്തശ്ശി. നെയിൽ കട്ടർ മേശയുടെ മുകളിൽ വെച്ചിട്ട് നഖം വെട്ടിയിട്ട പത്രപേപ്പർ ശ്രദ്ധയോടെ മടക്കി കയ്യിലേക്ക് എടുത്തവൾ. എന്നിട്ടത് ചുരുട്ടി പിടിച്ച് മുറിയുടെ മൂലയിൽ വെച്ചിട്ടുള്ള ഡസ്റ്റ്ബിനുള്ളിൽ കൊണ്ടുപോയി ചെന്നിട്ടു. വാഷ്റൂമിൽ ചെന്ന് കൈ കഴുകിയിട്ടാണ് വൈശു പിന്നീട് മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത് തന്നെ. അപ്പോഴേക്ക് ഊണ് കഴിക്കാനായി പത്മാവതി അടക്കം എല്ലാവരും ഡൈനിങ് ടേബിളിന് മുകളിൽ സ്ഥാനം പിടിച്ചിരുന്നു. ഇരിക്കും മോളെ. എല്ലാവർക്കും മുൻപിലായി ടേബിളിൽ പാത്രം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മി അവളെ കണ്ടതും ചിരിയോടെ പറഞ്ഞു. വൈശു ബാലുവിൻ്റെ അരികിലായി കിടന്നൊരു കസേരയിലേക്ക് ഇരിപ്പുറപ്പിച്ചു. തനിർക്കെതിർവശത്തായിരിക്കുന്ന മഹാദേവനെ അവൾ മനഃപൂർവ്വം നോക്കാൻ പോയില്ല. നോക്കുവാൻ പേടിയായിരുന്നു എന്നതാണ് സത്യം. ലക്ഷ്മി ചോറും കറികളും വിളമ്പിക്കൊടുത്തതും അവളത് മെല്ലെ ഇരുന്ന് കഴിക്കുവാനായി തുടങ്ങി. പെണ്ണിൻ്റെ മൗനം കണ്ടിട്ടാവണം ഇടയ്ക്ക് ബാലുവും മുത്തശ്ശി എന്തൊക്കെയോ ചോദ്യങ്ങൾ അവളോട് ചോദിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഉത്തരങ്ങൾ 1-2 വാക്കുകളിൽ അവൾ ഒതുക്കി കളഞ്ഞു. മഹാദേവൻ കഴിച്ചിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയപ്പോഴാണ് പെണ്ണൊന്ന് ശ്വാസം വിട്ടത് തന്നെ. വൈകാതെ അവളും കഴിച്ചെഴുന്നേറ്റു. പോയി കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ മോളെ, വൈകിട്ട് ഞാൻ വിളിക്കാം. കൈ കഴുകി തിരിഞ്ഞിട്ടും അവിടെ ചുറ്റിത്തിരിയുന്ന വൈശാഖിയോട് ലക്ഷ്മി സ്നേഹത്തോടെ പറഞ്ഞു. ഉറക്കം വരുന്നില്ല ലക്ഷ്മിയമ്മേ. അവള് കണ്ണ് ഇമ്മി. എന്നാലും സാരമില്ല, പോയി ഇത്തിരി നേരം കണ്ണടച്ച് കിടന്നോ. കരഞ്ഞു കരഞ്ഞൊരു പരുവായി നീ. ലക്ഷ്മി അവളെ കരുതലോടെ ശാസിച്ചു. അവരെ അനുസരിക്കാതിരിക്കാൻ വൈശുവിന് കഴിഞ്ഞില്ല. പെണ്ണ് സമ്മതത്തോടെ തലയാട്ടി സ്വന്തം മുറി ലക്ഷ്യമാക്കി നടന്നു. വൈശാഖി. അവൾ റൂമിൻ്റെ വാതിൽ വരെ ചെന്നപ്പോഴാണ് മഹാദേവൻ അവൻ്റെ മുറിയുടെ വാതിൽക്കൽ നിന്ന് അവളെ വിളിക്കുന്നത്. സർ. അവൻ്റെ വിളി കേട്ട് ഒരു നിമിഷം ഞെട്ടിയെങ്കിലും അവൾ ഒട്ടൊരാശങ്കയോടെ തിരിഞ്ഞു നിന്നു. നിനക്ക് ഉറക്കം വരുന്നില്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് എടുത്തോണ്ട് വാ,
ഇന്ന് വൈകിട്ട് ട്യൂഷൻ എടുക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ല. അവൻ്റെ മുഴക്കമുള്ള ശബ്ദം. ഉള്ള ഒന്ന് വിറച്ചുവെങ്കിലും അവൾ തലയാട്ടി മുറിയിലേക്ക് തിരിഞ്ഞു കയറി. ടെക്സ്റ്റ് ബുക്കും നോട്ട്സും എടുത്തുകൊണ്ട് പതിയെ മഹാദേവൻ്റെ മുറിയിലേക്ക് കയറി. ഇരിക്കെ. വെപ്രാളത്തോടെ നിൽക്കുന്നവൾക്ക് മേശയുടെ അരികിൽ കിടക്കുന്ന കസേര അവൻ ചൂണ്ടിക്കാട്ടി. അവൾ ഒന്നിൽ ചെന്നിരുന്നതും അവനും മറ്റൊന്നിലിരുന്നു. ഇടം കൈവിരലുകൾ ദേവൻ കാണാതെ കൈവെള്ളയ്ക്കുള്ളിലേക്ക് അവൾ എന്തിനു വേണ്ടി ചുരുട്ടി പിടിച്ചു. ഹിസ്റ്ററി നോട്ട്സ് എടുക്കുക. മഹാദേവൻ നിർദ്ദേശിച്ചതും പെണ്ണ് ബാഗിൽ നിന്നും അത് എടുത്തു കൊടുത്തു. അത് കയ്യിലേക്ക് വാങ്ങുമ്പോഴാണ് അവളുടെ കൈവിരലുകളിലേക്ക് ചെക്കന നോട്ടം എന്തുകൊണ്ടോ നീണ്ടത്. നഖങ്ങൾ പറ്റ വെട്ടിമാറ്റിയ വൈശാഖിയുടെ നേരിയ ചുവപ്പ് പടർന്ന നീണ്ട വിരലുകൾ. അത് കണ്ടതും പൊടുന്നനെ അവൻ എന്തുകൊണ്ടോ വല്ലാതായി. മഹാദേവൻ തൻ്റെ ഇടംകൈയുടെ നേർക്ക് ഉറ്റുനോക്കുന്നത് കണ്ടിട്ടാവണം വൈശാഖി തൻ്റെ വിരലുകൾ പെട്ടെന്ന് തന്നെ വീണ്ടും ചുരുട്ടി പിടിച്ചത്. നീ നഖം വെട്ടിയോ? പരിക്കൻ രീതിയിൽ അവൻ്റെ നോട്ടം അവളിലേക്ക് ചെന്നു വീണു. ആ. മുഖം കുനിച്ചുകൊണ്ട് പെണ്ണ് മെല്ലെയൊന്ന് മൂളി. എന്തിന്? അടുത്ത ചോദ്യം അവനിൽ നിന്ന് ഉടനെ വന്നു. അത് പിന്നെ സാറിനെ ഞാൻ. വീണ്ടും അവളുടെ കണ്ണുകൾ കലങ്ങാൻ തുടങ്ങി. വൈശാഖി. മേശയുടെ മുകളിൽ വലങ്കൈ കൊണ്ട് ആഞ്ഞൊരടി കൊടുത്ത് മഹാദേവൻ അവളെ ദേഷ്യത്തിന് വിളിച്ചു.